2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ 8ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തത്. ലീഗ് ഘട്ടത്തിൽ കളിച്ച 24 മത്സരങ്ങളിൽ ആകെ 29 പോയിന്റ് മാത്രമായിരുന്നു മഞ്ഞപ്പടയ്ക്ക് നേടാനായത്. 8ാം സ്ഥാനത്തായതോടെ ഇത്തവണ ISL പ്ലേ ഓഫിന് യോഗ്യത നേടാനും കേരള ബ്ലാസ്റ്റേഴ്സിനായില്ല. കഴിഞ്ഞ 3 സീസണുകളിലും പ്ലേ ഓഫ് യോഗ്യത നേടിയ ടീമിനാണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത്. ഇനി സൂപ്പർ കപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാനിറങ്ങുന്നത്. സൂപ്പർ കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സീസൺ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ. നിരാശ മാത്രം സമ്മാനിച്ച 2024-25 സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ വമ്പൻ അഴിച്ചുപണികൾക്ക് കാരണമാകുമെന്നാണ് റിപ്പോർട്ട്. വിദേശ താരങ്ങളെ ഉൾപ്പെടെ കൂട്ടത്തോടെ ഒഴിവാക്കാൻ ക്ലബിന് പദ്ധതികളുണ്ടെന്ന സൂചനകൾ ശക്തമാണ്. ഇതിൽ ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ അഡ്രിയാൻ ലൂണ 2024-25 സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പുറത്തേക്ക് പോയേക്കുമെന്ന സൂചനകൾ ശക്തമാണ്. 2021-22 സീസൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള ലൂണ മഞ്ഞപ്പടയ്ക്കായി ഒരു ഗോൾ പോലും നേടാത്ത ആദ്യ സീസണാണ് ഇത്. ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിനായി 26 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഈ യുറുഗ്വേ താരം 8 അസിസ്റ്റുകൾ നേടിയിട്ടുണ്ട്. എന്നാൽ പഴയകാല ലൂണയുടെ നിഴൽ മാത്രമാണ് ഇപ്പോഴുള്ളത്. ഇത് ടീമിനെ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചാൽ അത്ഭുതപ്പെടാനില്ല. 2024-25 സീസണിന് മുൻപ് സ്വന്തമാക്കിയ മൊറോക്കൻ വിങ്ങർ നോഹ സദോയെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് ഒഴിവാക്കിയേക്കുമെന്നാണ് സൂചനകൾ. ഇത് പക്ഷേ ആരാധകരെ അമ്പരപ്പിക്കുന്നുണ്ട്. ഈ സീസണിൽ ടീമിനായി താരം മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ടാണിത്. 2024-25 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി 23 മത്സരങ്ങളിൽ ഇറങ്ങിയ നോഹ 13 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് നേടിയത്. 2024-25 സീസണിന് ശേഷം കരാർ അവസാനിക്കാനിരിക്കുന്ന ഘാന താരം ക്വാമ പെപ്രയെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് റിപ്പോർട്ട്. 2023-24 സീസൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള പെപ്ര ടീമിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരമാണ്. 2024-25 സീസണിൽ മഞ്ഞപ്പടയ്ക്കായി 27 കളികളിൽ നിന്ന് 10 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ് പെപ്ര നേടിയത്. മോണ്ടിനെഗ്രോയിൽ നിന്നുള്ള സെന്റർ ബാക്ക് താരം മിലോസ് ഡ്രിൻസിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പുറത്താകുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലും ഡ്രിൻസിച്ചിനെ ഒഴിവാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് പദ്ധതികൾ ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. കഴിഞ്ഞ സീസൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒപ്പമുണ്ട് ഡ്രിൻസിച്ച്. മഞ്ഞപ്പടയ്ക്കായി 47 കളികളിൽ ഇറങ്ങിയ താരം 3 ഗോളുകളും സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ വിദേശ താരങ്ങൾക്ക് പുറമെ ചില ഇന്ത്യൻ സൂപ്പർ താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ്, പ്രതിരോധ താരങ്ങളായ ഹോർമിപ്പാം റുയീവ, സന്ദീപ് സിംഗ്, മുന്നേറ്റ താരം ഇഷാൻ പണ്ഡിത എന്നിവരുടെ പേരുകൾ ഈ ലിസ്റ്റിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്.